എന്തെന്നാ നായി മാടായിക്ക് പോയ പോലെ തിരിച്ചു വന്നിനി ഓർത്ര വിളിച്ചണ പിന്നെ ഞാൻ പാട്ടും പാടി നടത്തണം. വിചാരിച്ചാലും നിനക്ക് പാടാൻ കഴിയില്ലല്ല, എന്തോ ഉണ്ടല്ലോ. അതെ, മനുഷ്യനാവുമ്പോ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം അടുത്ത് വിളമ്പാൻ പറ്റൂല. സത്യം പറയടാ, ആ പിള്ളേർ നിന്നെ അടിച്ചിനാ? നിങ്ങളെ പൂട്ടാനുള്ള വയ്യ ഞാൻ കണ്ടുവച്ചു. ഏതായാലും മംഗലം കഴിക്കുന്ന കാര്യമല്ലല്ലോ. ആണെങ്കിലാ നിനക്ക് പെണ്ണ് കിട്ടുന്നതും കോയിക്ക് മോല. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ അല്ലേ ഇളയപ്പ നേരത്തെ നാട് വിട്ടു പോയത്. നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പൊ നിന്റെ അച്ഛൻ അത് ഉണ്ടായിട്ടേ ഉണ്ടാവൂലല്ലോ. ഞാൻ തോറ്റു പോരെ. അതന്നെ എപ്പോഴും തോക്കലല്ലേ. വെളിച്ചെണ്ണ കിട്ടിയില്ലേ? പപ്പടം കാച്ചു. എനക്ക് വശക്കും. അത് പറയാൻ മറന്നു, പപ്പടം കഴിഞ്ഞു. അബേട്ടാ എണീക്ക ബേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ ബേട്ടാ, സ്പീക്ക് അപ്പ്. അബേട്ടാ ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്തുതരാം. 13 കൊല്ലായിട്ട് നിങ്ങ നോക്കിയ പെണ്ണിനെ ഈ ചങ്ങായി വെറും 13 സെക്കൻഡ് കൊണ്ട് അടിച്ചെടുത്ത്. അത് കേട്ടതും ചക്ക വെട്ടിട്ട പോലെ നിങ്ങ വീണ്. നിങ്ങ എണീക്കോ ഇല്ലയോ എന്ന് നോക്കി നിൽക്കേ ഞങ്ങ. കിട്ടിയാ കിട്ടിയാ? ബോധം വന്ന് കരഞ്ഞ്. മെമ്മറീസ് മൊത്തം മച്ചിലാന്ന് തോന്നുന്നു. എന്താ മച്ചില? പ്രിയമുള്ളവരെ, SR ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി അല്പസമയം മുമ്പ് നടന്ന ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിന്റെ വിജയികൾക്കായുള്ള സമ്മാനദാനം. ഫസ്റ്റ് പ്രൈസ് ചന്ദ്രിക രവീന്ദ്രൻ. പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? കണ്ണുനീരു മാറ്റണോ വെണ്ണിലാവ് കാട്ടണോ? എന്നും എൻ്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണോ പങ്കുവെക്കണോ? പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? അബേട്ടാ അബേട്ടാ അബേട്ടാ